അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം രണ്ടുപേരുടെയും പോലീസ് സ്റ്റേഷനിലെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തില് ചുമത്തേണ്ട വകുപ്പുകളൊക്കെ കൃത്യമായിട്ടും ഞാൻ ചുമത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും എത്ര കൊമ്പത്ത വക്കീൽ വന്ന് വാദിച്ചാലും നീയൊന്നും പുറത്തിറങ്ങില്ല. പിന്നെ നിന്റെ കാര്യം, ചിലപ്പോ ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ എന്തെങ്കിലും ഒരു ഇളവ് നിനക്ക് കിട്ടിയേക്കും. വേണ്ട സർ, വരണ് കിട്ടാത്ത ഒരിളവും എനിക്കും വേണ്ട. വരണ് എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇനി എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. അത് സാറിന്റെ മുൻപിലായാലും ശരി, കോടതിയുടെ മുൻപിലായിരുന്നാലും ശരി, നെഞ്ചിൽ തൊട്ട് ഞാനത് പറയും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ വിധിച്ച ഞങ്ങൾ ഒരുപോലെ അത് അനുഭവിക്കും. സത്യത്തിൽ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതാ, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് വിടണം. അവിടെ ഇപ്പോ നെഗറ്റീവുകളൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനിയത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് ചിലപ്പോ അവിടെ വാഴ്ത്തിപ്പാടലുകളൊക്കെ ആരംഭിക്കും. കളിയാക്കണ്ട സാറേ, ആര് കളിയാക്കലില്ലെങ്കിലും ഇതെന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അക്കാര്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാനാവില്ല. ചന്ദ്രശേഖര, സൂര്യ ഒപ്പം കൂട്ടിക്കോളൂ. വേണ്ട ഏട്ടാ, സൂര്യ വരണ്ട. വരണ്ട കാര്യമൊന്നുമില്ല. കൂട്ടിക്കോളാൻ പറഞ്ഞാൽ അത് ചെയ്താ മതി. സൂര്യ, നീ ചെല്ല് ചെറിയച്ഛനോടൊപ്പം. ശരി അച്ഛാ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ചെറിയച്ഛ. സത്യത്തിന് വിലയുണ്ടെങ്കിൽ എന്റെ മോൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാ. ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. കൊന്നതിന് ശേഷം കത്തിക്കുമായിരുന്നോ അതോ കത്തിച്ചു കൊല്ലുമായിരുന്നോ? നിങ്ങൾ തമ്മിലുള്ള അവിഹിതത്തിന്റെ ആസ്ഥാന മന്ദിരം സ്വന്തം വീട് തന്നെയാണെന്ന് കേട്ടല്ലോ. അപ്പൊ വീട്ടുകാരും ഇതിനൊക്കെ കൂട്ടായിരുന്നോ? രാധിക പ്രിയങ്കയുടെ അച്ഛനമ്മമാർക്ക് പിറന്നതല്ലാന്ന് ഞങ്ങൾക്കറിയാം. ബയോളജിക്കലി സിസ്റ്റർ അല്ലാത്തതുകൊണ്ട് കൊന്നാലും കുഴപ്പമില്ലെന്ന് ധരിച്ചിട്ടാണോ? നിങ്ങൾ ഞങ്ങളത് വെറുതെ വിടാവോ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ആ മതി മതി, പിടിച്ചകത്ത് കയറ്റ്. ആരാ? ഞങ്ങള് ദേവനാരായണൻ തിരുമാനിയുടെ അടുത്ത് വന്നതാ. അവിടെ ആരും കാണുന്നില്ല. ജയേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്തോ? ഇവര് ആറ്റുവശ്ശേരിയിലേക്ക് വന്നതാ.
തിരുമേനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയില്ലേ ഇതുവരെ? അവരെല്ലാം അവിടെയാണോ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങള് വഞ്ചൂർ ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്, ഗായിക ശ്യാമയുടെ. രാധിക അവിടെയാ ജോലി ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞങ്ങൾ കുറച്ചുനാൾ ചെന്നൈയിലായിരുന്നു, ഇന്നലെ വന്നതേ ഉള്ളൂ. എന്താ പറയാൻ വന്നത്? അതിപ്പോ എന്താ? ദേവനാരായണൻ തിരുമേനിയുടെ ഇളയ മകളില്ലേ പ്രിയങ്ക, ആ കുട്ടി മരിച്ചു. അയ്യോ, എങ്ങനെ? ദൂരെ ഒരു സ്ഥലത്ത് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നിലയിലാ ബോഡി കണ്ടത്. അയ്യോ, കൊന്നതാ. ആര്? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, അവള് തന്നെ, രാധിക. അതിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവളും പ്രിയങ്കയുടെ ഭർത്താവും കൂടി കൊന്നതാ.